ഇവർക്ക് ക്ലയൻറ്റിന് റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു, വലിയ വീടായിട്ട് ഫീൽ ചെയ്യരുത്, ഒരു മിനിമൽ ഹൗസ് പോലെ ചെയ്യണം. അപ്പോൾ നമ്മളതിന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വീട് ബാക്കിലേക്ക് പുഷ് ചെയ്ത് ഫ്രണ്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ അവർക്കൊരു ഫ്രണ്ടിൽ തന്നെ ഒരു സ്റ്റാച്യു വേണം. അത് നമ്മളൊരു ഈശായോഗയാണ് പ്ലാൻ ചെയ്തത്. ആദ്യമായിട്ട് ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു വീട് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളത് ഫുള്ളി ഡിമോളിഷ് ചെയ്തിട്ടുള്ളൊരു പ്ലാനാണ് ഫസ്റ്റ് ക്ലയൻറ്റിന് കൊടുത്തത്. കാരണം അവരുടെ റിക്വയർമെൻറ്റ് കുറച്ചും കൂടി ലൈറ്റും എയറും ഒക്കെ കിടക്കുന്ന ലെവലിലുള്ള റിക്വയർമെൻറ്റാണ് അവർ പറഞ്ഞത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മളൊരു പാസേജ് ത്രൂ ഔട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മെയിൻലി നമ്മൾ നാച്ചുറൽ ലൈറ്റ് ആൻഡ് നാച്ചുറൽ എയറാണ് വീടിൻ്റെ മെയിൻ സ്പേസിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കോർട്ട്യാർഡ് നമുക്ക് ക്ലയൻറ്റിൻ്റെ മേജർ ഒരു റിക്വയർമെൻറ്റ് ചെയ്യുന്ന കോർട്ട്യാർഡ്. ആ കോർട്ട്യാർഡിൽ തന്നെ അവർക്ക് ഒരു വാട്ടർ ഫൗണ്ടെയിനും അതുപോലെ തന്നെ നാച്ചുറലി കണക്റ്റഡായി നിൽക്കുന്ന ഒരുപാട് ഏരിയാസ് നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സൺലൈറ്റ് ആണെങ്കിലും ഡയറക്റ്റ് വിൻഡിൻ്റെ ഇതൊക്കെ അവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വാട്ടർ ഫൗണ്ടിൻ്റെ മുകളിലായിട്ടൊരു ബുദ്ധ സ്റ്റാച്യു കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻഫോർമൽ ലിവിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു സ്റ്റെയർ കണക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. ആ സ്റ്റെയറിൽ നമ്മൾ ഡബിൾ ഹൈറ്റ് പ്ലാൻ ചെയ്തപ്പോൾ ഇതൊരു വലിയ വോയിഡ് സ്പേസ് പോലെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ടൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട് സ്റ്റെയറിനോട് കണക്റ്റ് ആയിട്ടുള്ളൊരു ടൈപ്പിലാണ്. അത് ക്ലയൻറ്റിൻ്റെയും കൂടി ഒരു ആവശ്യമായിരുന്നു, ഇങ്ങനത്തെ ഒരു ഫ്രീ ഓഫ് ഫ്ലോ ഡിസൈൻ വേണം എന്നുള്ളത്. പിന്നെ ഈ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മൾ ഒരുപാട് 3D ചേഞ്ചസ് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ഡിസ്കഷൻസ് കഴിഞ്ഞിട്ടാണ് ഓരോ പാർട്ടും നമ്മുടെ പാനലിങ്സ് ആണെങ്കിലും അതിൻ്റെ കളർ തീം ആണെങ്കിലും എല്ലാം ഫൈനലൈസ് ചെയ്തത്. ഒരു പൂജാ റൂം വേണമെന്ന് നമുക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നത്. ഡിസ്കഷൻ ടൈമിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലിവിങ്ങിനോട് ചേർന്നിട്ട് തന്നെ അവരെ വാസ്തുപ്രകാരം നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ലെങ്തി സ്പേസ് ആയിട്ടാണ്. അതായത് ഡബിളായിട്ട് യൂസ് ചെയ്യാം. അതായത് ഒരു കോറിഡോർ എന്ന രീതിക്കും ഒരു വാഷ് ഏരിയ എന്നുള്ള രീതിക്കും നമ്മൾ അത് യൂസ് ചെയ്യാൻ കഴിയും. അതിൽ തന്നെയാണ് നമ്മൾ അവിടെ കോമൺ ടോയ്ലറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 2 സ്ലൈഡിങ് ഡോർസ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഓപ്പൺ ചെയ്തിടാം. അപ്പോൾ ലെങ്തി സ്പേസ് ആയിട്ട് നമുക്ക് ഡൈനിങ് റൂമും കോറിഡോർ സ്പേസും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ ആ ബെഡ്റൂം അവർക്കൊരു ഭയങ്കര വലിയ സ്പേസ് ആവണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ ഹൈറ്റിലേക്ക് പ്ലാൻ ചെയ്ത് അതിനോട് അവർക്ക് കണക്റ്റഡ് ആയിട്ടാണ് അവരുടെ കിഡ്സ് റൂം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളത് ഒരു മെസ്നൈൻ ഫ്ലോർ പോലെ ആക്ട് ചെയ്തിട്ടാണ് അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കളർ തീമിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ക്ലയൻസും നമ്മളും തമ്മിൽ ഒരുപാട് ഓപ്ഷൻസ് ആയിട്ടാണ് ഒരു ഗ്രേ, വൈറ്റ്, ബീച്ച് ആ ഒരു ടോണിലേക്കാണ് കളേഴ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ കംപ്ലീറ്റ്ലി കാൻലിവറിലായിരുന്നു. അതായത് നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് കാൻലിവർ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു സീറ്റ് ടൈപ്പ് സ്റ്റെയറാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്ലസ് നമ്മൾ അതിൻ്റെ സൈഡിലൊരു ഹാൻഡ് റെയിൽ പോലെ GI പൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലെ ഒരു നൈസ് വുഡാണ് പോയിട്ടുള്ളത്.
ഇതിൽ ഒരു ഏരിയ വരുന്നുണ്ട് നമുക്ക് ഔട്ട്ഡോർ ആയിട്ട്. അത് ക്ലയൻറ്റിൻ്റെ ഒരു മെയിൻ റിക്വയർമെൻ്റ് ആയിരുന്നു. അവർക്ക് ഒരു ഗാദറിങ് സ്പേസ് ആയിട്ടുള്ള ഒരു ഏരിയ. അത് നമ്മൾ ഇത് വരുന്നത് സെൻറ്റർ ഓഫ് ദ സിറ്റിയാണ് വീട് വരുന്നത്. അപ്പോൾ നമ്മളത് പുറത്തേക്ക് കാണാത്ത ലെവലിൽ തന്നെ അവിടെ മെർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് തന്നെ 2 സെഗ്മെൻ്റ് ആയിട്ടാണ്. ഒരു പ്രൈവറ്റ്ലി സെഗ്മെൻറ്റും പബ്ലിക്ലി ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു രീതിക്കാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്.